ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. റാഷണൽ നമ്പേഴ്സ്. ഇനി നമ്മൾ ഓരോ പ്രോപ്പർട്ടീസ് ആയിട്ട് നോക്കുവാണ്. ഏതാണ്? ഫസ്റ്റ് പ്രോപ്പർട്ടി ക്ലോസർ പ്രോപ്പർട്ടി. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. എന്താണ് ക്ലോസർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോസ് ആകുന്നുണ്ടോ നമ്മൾ ചെയ്യുന്ന ഓരോന്നും, അതായത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ്. അടുത്തത് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്ന ഹോൾ നമ്പേഴ്സിൻ്റെയാണ്. ഹോൾ നമ്പേഴ്സ് ക്ലോസർ പ്രോപ്പർട്ടി വരുന്നുണ്ടോ? അത് ഏതൊക്കെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതിലൊക്കെ ഹോൾ നമ്പേഴ്സിന് ക്ലോസർ പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നമ്മൾ ഈ വീഡിയോസ് എല്ലാം കൂടെ പ്ലേലിസ്റ്റായിട്ട് ഒരുമിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് കിടക്കുമല്ല. അപ്പം നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അറിയാമല്ലോ. പ്ലേലിസ്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ പോയിട്ട് കെമാക്സ് അസംബ്ലി എന്ന് പറയുന്ന അതിൽ പോയിട്ട് പ്ലേലിസ്റ്റ് എടുത്താൽ നമുക്ക് ഓരോന്നിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഒരുമിച്ച് കിട്ടും. അപ്പം നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യം ഹോൾ നമ്പേഴ്സിൽ. ഹോൾ നമ്പേഴ്സ് ആയിരിക്കും പറഞ്ഞു 0, 1, 2, 3 ഇതാണ് നമ്മുടെ ഹോൾ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ ഹോൾ നമ്പേഴ്സിന്റെ ആദ്യം നമ്മൾ നോക്കുന്നത് അഡീഷൻ. അതായത് അഡീഷനിൽ ഇവർ ക്ലോസർ പ്രോപ്പർട്ടിയെ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. അഡീഷനിൽ നമ്മൾ രണ്ട് സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്താൽ, ഇപ്പൊ ഞാൻ 2 + 3, അതിന്റെ ആൻസർ എത്രയായിരിക്കും? 5 ആണോ? 5. ഓക്കെ, ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാവേ. 0 + 5, ആൻസർ എത്രയാ? 0 + 5 എത്രയാണ്? 5. ഓക്കെ, ഇപ്പൊ വലിയൊരു സംഖ്യ 21 + 28, 49 ആണോ? ഇപ്പൊ ഇവിടെ നോക്കിയേ, രണ്ട് ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ. 0, 1, 2, 3. ഇപ്പൊ 2ഉം 3ഉം ഹോൾ നമ്പർ അല്ലേ, ഹോൾ നമ്പർ ഉൾപ്പെടുന്നതല്ലേ. അവർ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ 5. ഇവിടെ 0 + 5, 0 ആരാണ്? 0 ഒരു ഹോൾ നമ്പറാണ് അല്ലേ. അപ്പോൾ 0 5 കൂടെ ആഡ് ചെയ്തപ്പോൾ കിട്ടിയത് എന്താണ്? ഒരു ഹോൾ നമ്പർ. ഇവിടെ 21, 28 ഇറ്റ് ഈസ് ആൻ ഹോൾ നമ്പർ. അപ്പൊ നമ്മൾ ആഡ് ചെയ്തപ്പോഴും കിട്ടിയത് തന്നെയാണ് ഹോൾ നമ്പർ. അപ്പൊ ഇതാണ് പറയുന്നത് അഡീഷൻ. ഹോൾ നമ്പേഴ്സിൽ അഡീഷൻ വരുമ്പോഴത്തേക്കും അത് ക്ലോസർ പ്രോപ്പർട്ടിയെ അംഗീകരിക്കുന്നുണ്ട്. അതായത് A + B, ഇത് A, ഇത് B, അതായത് A + B എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസറും ഒരു ഹോൾ നമ്പർ ആണ്. അതായത് രണ്ട് ഹോൾ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ ആരെ തന്നെ കിട്ടുന്നു? ഹോൾ നമ്പർ തന്നെ കിട്ടുന്നു. അതുകൊണ്ട് അഡീഷനിൽ ഹോൾ നമ്പേഴ്സ് ക്ലോസർ പ്രോപ്പർട്ടിയെ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ഇറ്റ് ഈസ് ക്ലോസ്ഡ് എന്നാണ് എഴുതുന്നത്. മനസ്സിലായല്ലോ? ക്ലോസർ പ്രോപ്പർട്ടി ഒക്കെ മിക്ക പിള്ളേരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്ത് ക്ലോസർ പ്രോപ്പർട്ടി? മക്കളെ ഒന്നുമില്ല. ഇപ്പൊ മനസ്സിലായില്ലേ എന്താണ് ക്ലോസർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നമ്മൾ ചെയ്യുന്ന ആൻസർ ക്ലോസ് ആകണം. ഇവിടെ നമ്മൾ ഹോൾ നമ്പേഴ്സിലാണ് ചെയ്യുന്നത്. ഹോൾ നമ്പേഴ്സിൽ അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്താലും കിട്ടുന്ന ആൻസർ എന്നതാ തന്നെ ആയിരിക്കണം? ഹോൾ നമ്പർ ആയിരിക്കണം. അതുകൊണ്ട് അവർ ക്ലോസർ പ്രോപ്പർട്ടി അംഗീകരിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? കണ്ടോ? ആഡ് ചെയ്ത് 2 + 3 എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തപ്പോ എന്നാണ്? 5. ഇതെല്ലാം രണ്ട് ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ കിട്ടുന്ന ആൻസറും ഒരു ഹോൾ നമ്പർ. ദാറ്റ് ഈസ് A + B എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആൻസർ ഒരു ഹോൾ നമ്പർ ആയതുകൊണ്ട് ഇവർ അഡീഷൻ ആരെ അംഗീകരിക്കുന്നുണ്ട്? ക്ലോസർ പ്രോപ്പർട്ടി അംഗീകരിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മൾ ഹോൾ നമ്പേഴ്സിന്റെ കാര്യം മാത്രമാണ് പറയുന്നത് കേട്ടോ. ഇനി സബ്ട്രാക്ഷൻ അംഗീകരിക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. സബ്ട്രാക്ട് ചെയ്താൽ ഇവരെ അംഗീകരിക്കുന്നുണ്ടോ? ഓക്കെ, 10 - 2. 10 ഒരു ഹോൾ നമ്പറാണ്. 2 ഒരു ഹോൾ നമ്പർ വിട്ടു പോകരുതേ. പിന്നെ ഓർക്കല്ലേ ഈ മിസ് എന്താ ഹോൾ നമ്പർ എന്താ? ഇപ്പൊ ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്നാണോ? 0, 1, 2, 3. അതായത് നമ്മുടെ നാച്ചുറൽ നമ്പറിന്റെ കൂടെ 0 കൂടെ വരുമ്പോൾ ഹോൾ നമ്പർ. 10 - 2 എത്രയാ മക്കളെ? 8 ആണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാം. ഓക്കെ, ഞാൻ എന്നാൽ 5 - 7 എത്രയാ നോക്കിയാ? ഇവിടെ നമ്മുടെ പ്ലസും മൈനസും ഒക്കെ പറഞ്ഞു അല്ലേ. പ്ലസ് മൈനസ്, ഇവിടെയും പ്ലസും മൈനസും വരും. ഓക്കെ, പ്ലസും മൈനസും വന്ന് സബ്ട്രാക്ട് ചെയ്യുന്നു ആണോ? എന്നിട്ട് വലുതിന്റെ സൈൻ. വലുത് ഇവിടെ 10 ആണല്ലോ. അപ്പൊ വലുതിന്റെ സൈൻ കൊടുത്തു. അപ്പൊ ഇവിടെ ഇനി നമ്മൾ പഴയ രീതിയിലൊന്നും നമ്മൾ വലിയ പിള്ളേരായില്ല. ഇനി പ്ലസ് ഇവിടെ മനസ്സിലാക്കുന്നു എന്നൊക്കെ നോക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് +5 - 7. ഒരു പ്ലസും മൈനസും വന്നാൽ സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്ത് 7 ന്ന് 5 സബ്ട്രാക്ട് ചെയ്ത് എത്രയാ? 2. ആരുടെ സൈൻ കൊടുക്കണം? വലുത് ആരാ? 7. 7 കൂടെ ആരാ കിടക്കുന്നേ? -2. മനസ്സിലായോ? എന്നാൽ വേറൊരു നോക്കാവേ. 21 - 20 എന്ന് നോക്കിക്കോ. 21 - 20 എത്രയാണ്? പോസിറ്റീവും നെഗറ്റീവും വന്നു. പോസിറ്റീവും നെഗറ്റീവും വന്നാൽ സബ്ട്രാക്ട് ചെയ്തു. വലുതിന്റെ സൈൻ വന്നാൽ ഇവിടെ +1 ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത്
2 മൈനസ് 80. എത്ര ഇവിടെ വന്നിരിക്കുന്നത്? 2 മൈനസ് 80. അല്ല വേണ്ട, 2 മൈനസ് വേണ്ട, 0 ഒരു ഹോൾ നമ്പർ ആണല്ലോ, അതും കൂടി ഇട്ട് പഠിക്കണ്ട. 0 മൈനസ് 80. ഇപ്പൊ എന്നാ വരും? ഇത് പ്ലസും മൈനസും, 0ക്ക് പ്ലസും മൈനസും ഇല്ല. എന്നിട്ട് തന്നെ സബ്ട്രാക്ട് ചെയ്തു. 18 0 പോകുക 18. പിന്നെ ആരാണ് വലുത്? 18 ആണ് വലുത്. അവരുടെ സൈൻ കൊടുത്തു. അപ്പൊ ഇത് ക്ലോസ്ഡ് ആകുന്നുണ്ടോ? ഇപ്പൊ മുമ്പ് നമ്മൾ ചെയ്ത പോലെ a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഒരു ഹോൾ നമ്പർ ആയിരുന്നു. ഇവിടെ അത് പറ്റുന്നുണ്ട്. ഇവിടെ കിട്ടിയല്ലോ, ഒരു 2 ഹോൾ നമ്പേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തപ്പോൾ 8 കിട്ടി. ഇത് ഇവിടെയും കിട്ടി. 21 നിന്ന് പോയപ്പോൾ കിട്ടി. പക്ഷെ ഇവിടെ കിട്ടിയോ? -2. അയ്യോ, -2 ഹോൾ നമ്പർ ആണോ? അല്ല. -2 ആരാ മക്കളെ പറ? നിങ്ങൾക്കറിയാം, -2 ഈസ് എൻ ഇൻറ്റിജർ. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, -18 ഇറ്റ് ഈസ് എൻ ഇൻറ്റിജർ. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്നായിരുന്നു നമ്മുടെ ഇൻറ്റിജർ? എന്നാണ് ഇൻറ്റിജറിനകത്ത് ഹോൾ നമ്പേഴ്സും വരും, 0 1 2 3 വരും. പക്ഷെ അവരുടെ കൂടെ വേറെ ആൾക്കാരുടെ വരും. ആരാണ്? -1 -2 മൈനസ് വാല്യൂസും കൂടെ വരും. അതല്ലേ ഇൻറ്റിജർ. അപ്പൊ ക്ലോസർ പ്രോപ്പർട്ടി ആണെങ്കിൽ അവർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ, 2 ഹോൾ നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ ആൻസറും എന്ത് തന്നെ ആയിരിക്കണം? ഹോൾ നമ്പർ തന്നെ ആയിരിക്കണം. നമ്മൾ ആഡ് ചെയ്തപ്പോൾ അങ്ങനെ തന്നെയാണ് വന്നത്. അഡീഷൻ ചെയ്തപ്പോൾ 2 ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്താൽ ഹോൾ നമ്പർ തന്നെ വന്നു. പക്ഷേ ഇവിടെ എല്ലാ കേസിലും വരുന്നില്ല. 2 ഹോൾ നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഹോൾ നമ്പേഴ്സ് വന്നു, പക്ഷെ ചില സ്ഥലത്ത് മാത്രം വരുന്നില്ല. ഇവിടെയൊക്കെ നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ആണ്. അപ്പൊ ഇറ്റ് ഈസ് ക്ലോസ്ഡ് ആണോ? അല്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? a മൈനസ് ബി നോട്ട് ഈക്വൽ ടു ഹോൾ നമ്പർ ആണ്. ഹോൾ നമ്പർ വരുന്നില്ല. നമ്മളിപ്പോ ഹോൾ നമ്പേഴ്സിനെ മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. a മൈനസ് ബി ഹോൾ നമ്പർ ആകുന്നില്ല. അപ്പൊ ഇറ്റ് ഈസ് എന്നായിരുന്നു? ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ എവിടെ? സബ്ട്രാക്ഷൻ. നമ്മൾ ചെയ്ത സബ്ട്രാക്ഷൻ. ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. പക്ഷേ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ വന്നു അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് നമ്മൾ നോക്കാൻ പോകും. അടുത്തപ്പോൾ നിങ്ങൾ എന്നാ നോക്കുക? നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലൈ ചെയ്താൽ ക്ലോസർ പ്രോപ്പർട്ടി അംഗീകരിക്കുന്നുണ്ടോ? ആര്? ഹോൾ നമ്പേഴ്സ് അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. 2 ഹോൾ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാണ്. 2 × 3 എത്രയാണ്? 6 ഹോൾ നമ്പേഴ്സ് ആണല്ലോ. 0 × 5 0 12 വലിയ സംഖ്യ. 12 വലുതെന്ന് പറഞ്ഞാൽ 96 ആണോ? ഇത് ക്ലോസർ പ്രോപ്പർട്ടി അംഗീകരിക്കുന്നില്ലേ? കാരണം നോക്കിയാൽ 2 ഹോൾ നമ്പേഴ്സ് 2 3 ഹോൾ നമ്പറാ. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എന്നാ? 6. ദാറ്റ് ഈസ് ഓൾസോ ഇസ് എ ഹോൾ നമ്പർ. 0 ഹോൾ നമ്പർ ആണ് അല്ലേ? 0 ഹോൾ നമ്പറാ. 0 × 5 ആൻസർ 0. 0 ഇൻറ്റു ചെയ്താൽ 0 തന്നെയല്ലേ? 0 ഈസ് എ ഹോൾ നമ്പർ. അപ്പൊ ഇത് അംഗീകരിക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്നാ? a × b എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പർ ആണ്. ആൻസർ ഹോൾ നമ്പർ ആണ്. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ മൾട്ടിപ്ലിക്കേഷനിലും ക്ലോസ്ഡ് ആയി. ആര് ക്ലോസ്ഡ് ആയി? ഹോൾ നമ്പേഴ്സ് ക്ലോസ്ഡ് ആയി. അങ്ങനെ നമുക്ക് ഡിവിഷനും കൂടെ നോക്കാം. നിങ്ങൾ ഈ പ്രാവശ്യം ഹോൾ നമ്പർ ഒന്നും അല്ല നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്, റാഷണൽ നമ്പർ ആണ്. പക്ഷെ അതിന് മുമ്പ് പറയണമല്ലോ ഇതെല്ലാം. അടുത്ത ഡിവിഷൻ ഹോൾ നമ്പേഴ്സ് ആണോ നോക്കാം. 2 ഡിവൈഡഡ് ബൈ 5. അപ്പൊ എന്നായിരുന്നു? 2/5 വന്നത് ആണോ? ഓക്കെ. ഇനി 0 ഡിവൈഡഡ് ബൈ 8. നിങ്ങൾ 0/8 എന്ന് എഴുതും. ഓക്കെ. ഇനി 15 ഡിവൈഡഡ് ബൈ 3. അപ്പൊ നിങ്ങൾ എന്നാ എഴുതും? 15/3. ഓക്കെ. അപ്പൊ ഇത് വന്നിരിക്കുന്നത് 2 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ തന്നെ വന്നു 2/5 എന്ന് വന്നു. ഇത് ഹോൾ നമ്പർ ആണോ വന്നിരിക്കുന്നത്? ഇവിടെ എല്ലാം വന്നിരിക്കുന്നത് 0/8. ഇത് ഹോൾ നമ്പേഴ്സ് ആണ്. ഇത് 2ഉം 5ഉം ഒരു ഹോൾ നമ്പർ ആയിരുന്നു. കിട്ടിയ ആൻസർ 2/5 എന്ന്. ഇത് ഹോൾ നമ്പർ ആണോ? അല്ല. 2/5 ആരാ? പറഞ്ഞാരാണ്? റാഷണൽ നമ്പേഴ്സ് ആണ്. ഏത്? p/q ഫോമിൽ വരുന്നതെല്ലാം ആരാണ്? റാഷണൽ നമ്പേഴ്സ്. ഇറ്റ് ഈസ് റാഷണൽ നമ്പേഴ്സ് അല്ലേ? അപ്പൊ ഇവിടെ ആൻസർ ഇവിടെ വേണം കിട്ടും അല്ലേ? 5 ആൻസർ വരും. ഇവിടെ നമുക്ക് അതായത് 15/3 5 എന്ന് കിട്ടും. ഇവിടെ ഹോൾ നമ്പർ വന്നു. പക്ഷെ ഇവിടെയൊക്കെ വരുമോ? ഇല്ല. എല്ലാ കേസിലും ചെയ്യുമ്പോൾ എല്ലാ കേസിലും വന്നാൽ എല്ലാ കേസിൽ വന്നാൽ മാത്രമേ നമ്മൾ അംഗീകരിക്കത്തുള്ളൂ. ചില കേസിൽ മാത്രം വന്നാൽ നമ്മൾ അംഗീകരിക്കത്തില്ല കേട്ടോ. അപ്പം ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നില്ല? 2 ഹോൾ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്താൽ ഹോൾ നമ്പർ കിട്ടത്തില്ല. മിക്കപ്പെട്ട റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. അതായത്
ഫ്രാക്ഷൻ്റെ രൂപത്തിൽ p/q ഫോമിലായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് ക്ലോസ്ഡ് ആണോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, a/b എന്നുള്ളത് നോട്ട് ഈക്വൽ ടു ഹോൾ നമ്പർ ആണ് കിട്ടുന്നത്. അപ്പൊ ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ്. നിങ്ങളുടെ ടെക്സ്റ്റില് പേജ് നമ്പർ ഞാൻ പറയാവേ, പേജ് 4 ഇത് നിങ്ങൾ ഫില്ല് ചെയ്യാൻ കിടപ്പുണ്ട്. നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യണം. എന്നിട്ട് എനിക്ക് മെസ്സേജ് ഇടണം. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ ഏതാണ് ആദ്യത്തെ പ്രോപ്പർട്ടി പഠിച്ചത്. ഇനി ആരെങ്കിലും, എല്ലാ പിള്ളേരും പറഞ്ഞു, എല്ലാ മക്കളും എന്നോട് പറഞ്ഞു, 8th പിള്ളേർ പറയുന്നു അവർക്ക് മനസ്സിലാകുന്നില്ല. എന്താ ഈ ക്ലോസർ പ്രോപ്പർട്ടി ആകെ പ്രശ്നമാണ്. 2-3 പ്രോപ്പർട്ടിയും കൂടെ വരുന്നുണ്ട്. എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താണെന്ന്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം 8 നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് പഠിച്ച പിള്ളേരല്ലേ. ഓക്കെ, അപ്പോൾ ഈ ക്ലോസർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എന്ത് ചെയ്യുന്നു, അഡീഷനോ സബ്ട്രാക്ഷനോ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ എന്ത് ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിൽ ഹോൾ നമ്പേഴ്സ് ആണ് ഉപയോഗിച്ചെങ്കിൽ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസ് ഈക്വൽ ടു ഇപ്പുറത്ത് നമ്മുടെ ആൻസറും ഹോൾ നമ്പർ കിട്ടുവാണെങ്കിൽ അവർ ക്ലോസർ പ്രോപ്പർട്ടി അംഗീകരിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ ക്ലോസർ പ്രോപ്പർട്ടി ആരൊക്കെ അംഗീകരിച്ചു? അഡീഷൻ ചെയ്തപ്പോൾ അംഗീകരിച്ചു, അംഗീകാരം കിട്ടി അല്ലേ. a+b എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്താൽ ഒരു ഹോൾ നമ്പർ തന്നെയായിരുന്നു ആൻസർ. പക്ഷെ സബ്ട്രാക്ഷൻ കിട്ടിയോ? ഇല്ല. സബ്ട്രാക്ഷൻ ചെയ്തപ്പോൾ നമുക്ക് അവിടെ വേറൊരാൾ കയറി വന്നു, വിളിക്കാതെ. ആര് കയറി വന്നു? നെഗറ്റീവ് നമ്പേഴ്സ്, ദാറ്റ് ഈസ് ഇൻഡിജേഴ്സ് കയറി വന്നു. അപ്പൊ അവർ ക്ലോസ്ഡ് അല്ല. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോൾ അവർ ക്ലോസ്ഡ് ആണ്. കാരണം 2 ഹോൾ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഹോൾ നമ്പർ തന്നെ. ഡിവിഷനും അംഗീകരിക്കുന്നില്ല. അവർ ചെയ്തു വരുമ്പോൾ അവർ വേറെ ആൾക്കാരെ കൂട്ടുപിടിക്കാൻ പോയി. ആരെ? റാഷണൽ നമ്പേഴ്സിന്. അവർ ആൻസർ വരുമ്പോഴേ 2 ഹോൾ നമ്പേഴ്സ് തമ്മിലാ ഡിവിഷനൊക്കെ പോയത്. പക്ഷെ ആൻസർ ഒന്നും വേറൊരാൾ. ആരാ? എല്ലാ കേസിലും അല്ല മക്കളെ, ചില കേസിൽ നമുക്ക് ഹോൾ നമ്പർ തന്നെ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു റാഷണൽ നമ്പേഴ്സ് ആണ് ആൻസർ വരുന്നത്. അപ്പൊ ഇറ്റ് ഈസ് നോട്ട് ക്ലോസ്ഡ്. മനസ്സിലായല്ലോ? അപ്പം അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്, ഡിവിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ നോട്ട് ക്ലോസ്ഡ്. മനസ്സിലായല്ലോ മക്കളെ? നമ്മൾ അടുത്ത ആൾക്കാരുടെ അടുത്തോട്ട് പോകും. നമ്മൾ ഹോൾ നമ്പറിനല്ലേ ചെയ്തേ. ക്ലോസർ പ്രോപ്പർട്ടി തന്നെ നമുക്കിനി ഇൻഡിജേഴ്സിനെയും ചെയ്യാനുണ്ട്, റാഷണൽ നമ്പേഴ്സിനെയും ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ മക്കളെ, താങ്ക് യു.